നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അതാ ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. ഈസ്റ്റർ എല്ലാവരും അടിച്ചു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എൻ്റെ ഞാൻ കുറേ ദിവസങ്ങളായി എന്നെ പറയടി നീ ഇത് ബാഗ് ഇട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ്. പക്ഷെ ചെയ്യാത്തവരുണ്ട് കേട്ടോ. കാരണം ഞാനിത് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ കുറേ ഫ്രണ്ട്സ് ഇത് എന്താ സംഭവം ചോദിക്കുന്ന നമ്മുടെ മലയാളികളായ കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അറിയുന്നവർ വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പനിയാരമാണ്. പനിയാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പനിയാരത്തിന് വേണ്ടി മാത്രം നമ്മൾ ബാറ്റർ തയ്യാറാക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്ന പനിയാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ, അതായത് ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ മാവ് എടുത്തിട്ട് നമുക്ക് പനിയാരാക്കി ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഞാൻ 2 തരത്തിൽ ചെയ്തിട്ടുണ്ട്. 2 തരത്തിൽ ആക്ച്വലി 3 തരത്തിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒട്ടും എണ്ണയില്ലാണ്ട് കാണിച്ചിട്ടുണ്ട്, എണ്ണയുള്ളത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള പനിയാരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ വിന്താലു ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷിക്കണം. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ മറക്കരുത്. വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് പനിയാരം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പനിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. പനിയാരം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ 2 തരത്തിൽ പനിയാരം ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാത്രത്തിൽ മാവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ദോശമാവാണ്. ഓക്കെ, അപ്പോൾ ഒരു പാത്രത്തിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിൽ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ് ദോശമാവിലോട്ട് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ താളിച്ച് ചേർക്കുന്നുണ്ട്. അതായത് സ്പൈസി ആയിട്ടുള്ള പനിയാരാണത്. അതേസമയം ചില കുട്ടികൾക്ക് അങ്ങനെ സ്പൈസി ആയിട്ടുള്ള പനിയാരം വലിയ താല്പര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ള കുട്ടികൾ കഴിക്കില്ല. അവർക്ക് വെറുതെ ഈ ദോശമാവ് പനിയാരം പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് എന്താണ് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ രണ്ടും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് അല്പം ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. ഈ ദോശമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതായത് ഇഡലിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മൈസൂർ മസാല ദോശയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് കൂടാതെ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുകയെന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഏത് റെസിപ്പിയിലത്തെ ദോശമാവ് ഉണ്ടാക്കിയാലും മതി. ഇഡലി മാവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസൺ ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് അല്പം പുളിപ്പ് വേണം. നമ്മൾ സാധാരണ തമിഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ഡേ ഇഡലി യൂസ് ചെയ്യും. പിന്നെ സെക്കൻഡ് ഡേ 3rd ഡേ മിക്കവാറും ദോശയായിരിക്കും. പിന്നെ ബാക്കി വരുന്ന ദോശമാവാണ് മിക്കവാറും അവർ പനിയാരത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുളിപ്പുള്ള ദോശമാവാണ് പനിയാരത്തിന് ഏറ്റവും നല്ലത്. അതായത് നല്ല ക്രിസ്പി ആയിരിക്കും, അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേസമയം നിങ്ങൾക്കിപ്പോൾ പനിയാരം മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോശമാവ് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു അല്പം പുളിയുള്ള ദോശമാവാണ് കേട്ടോ. മിക്കവാറും കുട്ടികൾക്ക് ഒരു ദിവസം ഇഡലി ഉണ്ടാക്കി കഴിച്ചു, പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ അവർക്ക് മടുക്കും അല്ലേ, അമ്മ ഇത് എന്നും ദോശയാണ് അല്ലെങ്കിൽ എന്നും ഇഡലിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് സെയിം സംഭവം വെച്ചിട്ട് തന്നെ വെറൈറ്റി ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും താല്പര്യമായിരിക്കും, അതുപോലെ തന്നെ അവർക്കും കാണാനും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നമ്മൾ സാധാരണ രീതിയിൽ തമിഴ് റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ, എള്ളിൻ്റെ എണ്ണ, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. അതാണ് നമ്മളെപ്പോഴും സാധാരണ യൂസ് ചെയ്യുക. അതാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരള ടച്ച് വരും, തമിഴ് ഫുഡിൻ്റെ ടേസ്റ്റ് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിലോട്ട് ഇപ്പോൾ ഞാനിവിടെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നല്ലെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമില്ല, കുറേ പേർക്ക് നല്ലെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമില്ല എന്ന് എന്നോട് പറയാറുണ്ട്. അങ്ങനെയുള്ളവർ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം 4 മണിക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. പെട്ടെന്ന് മടുക്കില്ല. പിന്നെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കണം ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേസമയം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രാവിലെ ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, സാമ്പാറിലോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈര് വട ഉണ്ടാക്കില്ല, അതുപോലത്തെ സാമ്പാർ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സാമ്പാറിൽ അല്ലെങ്കിൽ ചട്നിയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും.
പക്ഷേ ഫ്രഷായി കഴിക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കുട്ടികൾക്ക് ടിഫിനായിട്ടും കൊടുത്തു വിടാറൊക്കെ ഉണ്ട്. ഞാൻ ജാനും കൊടുത്തു വിടാറുണ്ട്. ജാനും പറയും ഫ്രഷായി കഴിക്കുന്ന ടേസ്റ്റ് എന്തായാലും തണുത്ത് കഴിഞ്ഞ് കിട്ടാറില്ല എന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ യൂസ് ചെയ്യുന്ന ഈ കടായിൻ്റെ പേരെന്താന്ന്. ഇത് ഞാൻ 2-3 എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരുപാട് പേര് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് നിയോ ഫ്ലാം എന്നാണ് ഇതിൻ്റെ പേര്. ഇതെനിക്ക് ഈ സെറാമിക്കിൻ്റെ കുക്ക് ടോപ്പ് ചെയ്യുന്ന എൻ്റെ സ്റ്റവ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു ഫ്രീ ആയി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നാണ് കിട്ടാന്ന് എനിക്കറിയില്ല. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. തീ കുറച്ചതിന് ശേഷം മാത്രം കടുകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട വശം തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. ചൂടായ എണ്ണയിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉഴുന്നുപരിപ്പ് 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് അര സവാള ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക്, കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ ഓപ്ഷണലായിട്ട് ഇട്ടേക്കുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരുപാട് ഓവറായിട്ട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തുക. അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം ഡിപ്പെൻഡ്സ്. ഇതൊരു ബേസിക്കായിട്ട് ഞാൻ കാണിച്ചു തന്നു മാത്രം. പല ടൈപ്പ് പനിയാരം ഉണ്ടാക്കാം, ഞാൻ വേറെ എപ്പിസോഡ്സിൽ കാണിക്കാം ബാക്കിയുള്ള വേർഷൻസൊക്കെ. അപ്പോൾ ഇത് മതി. അതായത് നന്നായിട്ട് വാടിയിട്ടുണ്ട് നമ്മുടെ സവാള. നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ദോശമാവിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ദോശമാവിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ കാർഡ്സ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മതി. കാരണം ഞാൻ വീണ്ടും അത് ഇവിടെ കാണിച്ചു തരുമ്പോൾ സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ ദോശമാവ് കാണിക്കാതിരുന്നത്. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അത് ഞാൻ ദോശമാവിൽ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാൻ മറക്കരുത്, അഥവാ നിങ്ങളുടെ ദോശമാവിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി. ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. കായത്തിൻ്റെ പൊടി നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ചേർത്തോളൂ കേട്ടോ. നമ്മൾ വഴറ്റുന്ന സമയത്ത് അതിൽ ചേർത്താൽ മതി. ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ്. കായം എപ്പോഴും നല്ലൊരു ഫ്ലേവറിങ് ഏജൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പനിയാരത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓവറായിട്ട് പുളിയായിട്ടുണ്ട് നമ്മുടെ ദോശമാവനെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലവർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു പൊടി കുക്കിംഗ് സോഡ, അതായത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓവറായിട്ടുള്ള ആ പുളി അങ്ങ് മാറിക്കിട്ടും. അത് ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞ പോലെ പുളി താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം. പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ കുക്കിംഗ് സോഡ ഒന്നും ചേർക്കാറില്ല, അതായത് ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. നമുക്കിനി പനിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പനിയാരം ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു പനിയാരത്തിൻ്റെ ചട്ടി വയ്ക്കുക. പനിയാരത്തിൻ്റെ ചട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കാൻ മടിയുണ്ട്, ഇപ്പോൾ ചേച്ചി ഞങ്ങളുടെ കയ്യിൽ പനിയാരത്തിൻ്റെ ചട്ടിയില്ല, അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ല, നമുക്ക് പനിയാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ഉണ്ടാക്കാം. അതായത് സാധാരണ രീതിയിൽ കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കാം. പക്ഷേ ഓവറായിട്ട് അതിലേക്ക് എന്താ പറയുക, എണ്ണ കൂടുതൽ പിടിക്കും. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഓവറായിട്ട് എണ്ണ അതിലേക്ക് വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തെ പനിയാര ചട്ടിയിൽ നമ്മളിത് പനിയാരം ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എണ്ണയുടെ ഉപയോഗം അപ്പോൾ കൂടുതലായിരിക്കും. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് എണ്ണ ഒഴിച്ചും ഉണ്ടാക്കാം, എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാം ഇതിൽ. പക്ഷേ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടില്ല പനിയാരത്തിന്. പക്ഷേ എണ്ണ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നോ ഓയിൽ പനിയാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഓരോ കുഴിയിലേക്കും 1 ടീസ്പൂൺ വീതമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഓരോ ദോശയിലേക്ക് ഇത്ര എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഓരോ കുഴിയിലേക്കും 1 ടീസ്പൂൺ മാത്രം മതി, ഓവറായിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ എണ്ണ അത്യാവശ്യം ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് ചൂടാവാൻ പാടില്ല, ഒരു മീഡിയം രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പനിയാരമാണ്, അതായത് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ള ഈ ദോശമാവിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എണ്ണ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്ര എണ്ണ ഒഴിക്കണമെന്നില്ല, 1 ടീസ്പൂൺ ഒഴിക്കേണ്ട 1/2 ടീസ്പൂൺ ഒഴിച്ചാലും മതി. എണ്ണ ഒഴിക്കുമ്പോഴും എണ്ണ ഒഴിക്കാത്തപ്പോഴും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്യാം, അടയ്ക്കാതെയും കുക്ക് ചെയ്യാം. അപ്പോൾ അടയ്ക്കാതെ കുക്ക് ചെയ്യുമ്പോൾ എനിക്കുള്ള ഗുണം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ക്രിസ്പിനെസ് കുറച്ച് കൂടുതൽ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേസമയം അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് ചെയ്യാം.
തൽക്കാലം ഇപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് മുകളിലത്തെ ഭാഗവും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് വേണം തിരിച്ചിടാൻ. പിന്നെ ചെറിയൊരു ബ്രൗൺ കളർ താഴത്തെ ഭാഗത്ത് വരികയും വേണം. ഇതിൻ്റെ ഒരു സൈഡ് കറക്റ്റായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെയാണ് ഓരോ സൈഡ് കുക്കാവാൻ എടുക്കുന്നത്. ഇനി ഞാനിത് അടച്ചു വെക്കുന്നില്ല, കാരണം ഇനി ഞാൻ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറും. ക്രിസ്പി ആയിട്ടുള്ള പനിയാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അടച്ചു വെക്കുക, അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം അടച്ചു വെക്കാൻ പാടില്ല. റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതിൽ ഹോൾസ് കാണില്ലേ ഇങ്ങനെ, ആ ഹോൾസിൽ കൂടെ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. ഇതേപോലത്തെ വടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എടുക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു കിച്ചൺ ടിഷ്യൂവിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്, അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സവാളയൊക്കെ ചേർത്തിട്ടുള്ള പനിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പനിയാരത്തിൻ്റെ ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ വീതം ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യവും നമുക്ക് എണ്ണ ഒഴിക്കേണ്ടി വരും. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ഈ മാവിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടി കഴിഞ്ഞിട്ട് അല്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാലും പുളി നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പുളിയുള്ള മാവാണ് ഏറ്റവും ബെസ്റ്റ്. മൂടി വെച്ച് കുക്ക് ചെയ്യാം. 2 മുതൽ 3 മിനിറ്റ് വരെയാണ് ഓരോ സൈഡിൻ്റെയും കുക്കിംഗ് ടൈം കേട്ടോ. ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. പിന്നെ പെട്ടെന്ന് കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് തിരിച്ചിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന് കോമ്പിനേഷൻ സാമ്പാർ, വെള്ളച്ചട്നി, എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് ചട്നിയാണ്. അതുപോലെ തന്നെ കാരച്ചട്നി, പിന്നെ ഒന്നുമില്ലെങ്കിൽ പൊടി, ഇഡലിയുടെ പൊടി, എല്ലാം നല്ലതാണ് കോമ്പിനേഷൻ. അപ്പോൾ മറ്റേ സൈഡും കൂടെ കുക്ക് ആയതിനു ശേഷം നമുക്ക് എടുക്കാം. ഇനി അടുത്ത ബാച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒട്ടും എണ്ണ ഒഴിക്കാണ്ടുള്ള പനിയാരാണ്. തട്ടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അത്ര ക്രിസ്പിയാണ് ഔട്ടർ സൈഡ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലെയിൻ പനിയാരം ആദ്യം ഉണ്ടാക്കിയില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ കുക്കിംഗ് ടൈം വേണ്ടി വരും ഈ നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അരിഞ്ഞിട്ടുള്ള ഈ പനിയാരം ഉണ്ടാക്കുമ്പോൾ. കാരണം സവാളയും കൂടെ ഉള്ള കാരണം കുറച്ച് സമയം പിടിക്കുമ്പോൾ അതും കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ. ഓൾറെഡി നമ്മൾ വഴറ്റിയ സവാളയാണെങ്കിൽ പോലും അല്പം കൂടെ സമയം മറ്റതിനേക്കാളും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ, കാരണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഈ അടുക്കള മുഴുവനും വ്യാപിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഫൈനലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണ ഒട്ടും ഒഴിക്കാണ്ടുള്ളതാണ്. അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറ്റേതുപോലെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല, കാരണം അത് ഇച്ചിരി കൂടെ നല്ല ക്രിസ്പി ആയിട്ട് മാറും. പക്ഷേ എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇതായിട്ട് കിട്ടില്ല. ഇത് പിന്നെ മാത്രമല്ല, നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയിൽ മാത്രം എണ്ണയില്ലാത്ത പനിയാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, നോൺ സ്റ്റിക്ക് അല്ലാത്തതിൽ പറ്റില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചൂടായിരിക്കുന്നുണ്ട്, അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 0 ഓയിൽ പനിയാരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് അടച്ച് വെക്കാം, അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരുന്നു, ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ എന്താ പറയുക, കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഒഴിച്ചിരിക്കുന്ന സമയത്ത് ഡബിൾ ദ സൈസ് ആയിട്ട് മാറി. കാരണം എണ്ണയുള്ള കാരണമാണ് നമ്മൾ ഡബിൾ ദ സൈസ് ആയിട്ട് മാറിയത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒഴിച്ചു അത്രയും രീതിയിൽ തന്നെ അന്ന് ആയുള്ളൂ, മുകളിലോട്ടൊന്നും പൊന്തിയില്ല. പക്ഷേ ഈ എന്താ പറയുക, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും എണ്ണ പറ്റാത്തവർക്കൊക്കെ ഇതാണ് ഏറ്റവും നല്ലത്. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ്. നേരത്തെ നമ്മൾ ചെയ്തത് ടേസ്റ്റി ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ഈ സൈഡും കൂടെ ആവട്ടെ, അതിനുശേഷം നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. ഭാഗം നോക്കി ഇപ്പുറത്തെ ഭാഗം നോക്കാം, കുക്കായിട്ടുണ്ടോന്ന്. കുക്കായിട്ടുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നോ ടെൻഷൻ, നോ ഓയിൽ പനിയാരം റെഡി മണിയായിട്ടുണ്ട്. അപ്പം അത്രയുള്ള പരിപാടി. അപ്പോൾ മൊത്തത്തിലുള്ള പനിയാരം ഇത് ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള പനിയാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മളുടെ ഓയിൽ ഒഴിച്ചിട്ടുള്ള പനിയാരം, അതേപോലെ തന്നെ ഇത് ഓയിലില്ലാത്ത പനിയാരം. അങ്ങനെ മൊത്തത്തിലുള്ള പനിയാരം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശപ്പൊടിയുടെ കൂടെയോ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓയിലില്ലാത്ത പനിയാരം ഞാൻ എടുക്കാം. അപ്പോൾ ഇത് ക്രിസ്പിയൊക്കെയാണ് കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്, കൊള്ളാം. ഞാൻ വിചാരിച്ച പോലല്ല. അത് നല്ല അത്യാവശ്യം പുളിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പുളി നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിൽ കുക്കിംഗ് സോഡ ഇടാം, അല്ലെങ്കിൽ പുളി ആവുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും അല്ലെങ്കിൽ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ചട്നിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. കഴിഞ്ഞ അമ്മ കൊടുക്കല് നീണ്ടാ ഒരു ഉമ്മയും കൂടെ കൊടുത്തോ, കെട്ടിപ്പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് ഒരു ഉമ്മ കൊടുത്തോ.
മുടി ഇത്തിരി വലുതായിട്ട് വെട്ടിയാൽ മതി കേട്ടോ. അച്ഛനെ അപ്പളേക്കും കേട്ടോ. ഇപ്പോഴത്തെ തലയൊക്കെ എന്നെ കൊണ്ടുതരാം. അത് ആർട്ടിഫിഷ്യൽ ചിരിയാ. അച്ഛമ്മയ്ക്ക് ഒരു ഹഗ്ഗും കിസും കൂടെ കൊടുത്തോ. പൂവല്ലേ പൂവല്ലേ. ഇനി എന്റെ മോറ്റയ്ക്ക് വന്നോളാം. നമ്മള് കൊണ്ടിറക്കും. അവരെ ഇടയിൽ ഇറക്കി വിടും വഴിയില്. ഇല്ലില്ല. ആത്തുനെ ഇറക്കി വിടാൻ വേണ്ടിട്ട് പ്ലെയിൻ നിർത്തും. ചങ്കരമോനാണേ. ഇതിന് കാറ്റ്.